ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ മുതലാളി. எல்லாம் 2 நாளைக்கு தான் வைக்கல. இவனெல்லாம் பட்டினி கிடக்கும்போ ഈ சட்டமா சோறு கொடுத்தது எல்லாம் செட்டியாரோட பணமானோ. അത് ശരിയാ മുതലാളി. எனக்கெதிரா கோஷம் போடுறானுங்க. അവന്റെ സിന്ദാബാദ് വിടരുത് മുതലാളി. ஏய் நான் என்ன கொலைக்கத்தான் செய்யும். கொலைக்கிட்டுமே விசக்கும்போ வாலாட்டிக்கிட்டு விடதான் வரணும். அது அறியோ? ക്രിസ്മസ് റേഷൻ തന്നെ തീരൂ. ക്രിസ്മസ് റേഷൻ തന്നെ തീരൂ. ക്രിസ്മസ് റേഷൻ തന്നെ തീരൂ. ഇവന്റെ മുമ്പ് മുദ്രാവാക്യം വിളിക്കാൻ ഇവനാരാ? ഭക്ഷ്യമന്ത്രിയോ? അല്ലെ ജോയി, ഈ റേഷനൊക്കെ എവിടെയാ കൊണ്ട് വെച്ചിരിക്കുന്നേ? ഇതെന്നാ വർത്തമാനേ പറഞ്ഞ? റേഷൻ വന്നാൽ ഞാൻ തരത്തില്ലയോ? ക്രിസ്മസ് റേഷൻ വരുന്നതിന് മുമ്പ് ക്രിസ്മസ് നക്ഷത്രം ഇങ്ങ് പോന്നു. അല്ലൂടാ ജോയിയെ? നക്ഷത്രം ഞാൻ വാങ്ങിച്ചിട്ടാ. റേഷൻ എനിക്ക് വാങ്ങിച്ചു തരാൻ പറ്റില്ലല്ലോ. എന്നത്തേക്ക് വരും? അത് അവനോട് ചോദിച്ചാൽ അവനെങ്ങനെ പറയാനാ ഭാനുവേ? സർക്കാരല്ലയോ റേഷൻ തരുന്നത്? ചാക്ക് കെട്ട് ലോറിയിലോട്ട് കയറ്റും. ആലപ്പുഴയോ ചങ്ങനാശ്ശേരിയിലോ കൊണ്ടുവന്ന് ബോട്ടിലോട്ട് കയറ്റും. പൊന്നൂച്ചട്ടിയുടെ ബോട്ടല്ലയോ, വെള്ളത്തിലൂടെ അല്ലയോ വരുന്നത്. ബോട്ട് ചിലപ്പോ വെള്ളത്തിൽ മുങ്ങിന്ന് വരാം. അഥവാ ബോട്ട് മുങ്ങിയില്ലെങ്കിലും ചാക്ക് കെട്ട് മുങ്ങും. മുങ്ങി അതാ സംഭവിച്ചിരിക്കുന്നത്. അതിനിപ്പോ ഞാൻ എന്നാ പിഴച്ചെന്നാ? നീ പണ്ടേ പിഴയാ, നിന്റെ കുടുംബത്തോടെ പിഴയാ. നാളെ കാലത്ത് റേഷൻ കിട്ടിയില്ലെങ്കിലേ ഈ കട ഞങ്ങൾ കത്തിക്കും. കടയായിട്ട് എന്തിനാ എന്നെ കൂട്ടിട്ടാ കത്തിച്ചോ? എന്റെ ശൗരിച്ചായ ക്രിസ്മസാ, നമുക്ക് പട്ടിണി കിടക്കാം. വീട്ടുകാരെ പട്ടിണി കിടാൻ പറ്റുകയല്ല. ആണ്ടിലൊരിക്കലാ വീട്ടിലൊരു ചിരിയും സന്തോഷവും ഒക്കെ. അതും കൂടി ഇല്ലാതായാലും എല്ലാ ആവേശവും പോകും. അരിയും ഗോതമ്പും പഞ്ചാരയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ തോപ്പിക്കാൻ വേണ്ടി ഒതുക്കി വെച്ചിരിക്കുക ചെട്ടിയാര്. ശീഘ്രം അടുക്കണ്ണാച്ചി, മറ്റേ 500 രൂപ കൂടി കൊണ്ടുവരണ്ടാമാ. അത് മാത്രം പിന്നെ കേവളത്തിൽ കിടക്കത്തോ? ഒന്ന് വേഗം ആട്ടോ. വക്കീലേ, കൊപ്രാപ്പരെ റേഷനരി അല്ലേ? അടിക്കലാമാരെ വരട്ടെ വരട്ടെ, നിക്ക്. ഞങ്ങളുടെ കൂടെ വേറെ ഒരാൾ കൂടെ ഉണ്ട്. സാറായിരുന്നു. ആ ചെട്ടിയാർ അവിടെ ഉണ്ടോ? இந்த மாதிரி ஒரு சின்ன விஷயத்துல எல்லாம் நான் தலையிடுறது இல்லை சார். நான் ஒரு வெளியூர்காரன். அதனால என் மேல இவங்களுக்கெல்லாம் நம்பிக்கை இல்லை. கிறிஸ்மஸுக்கு ஒருபாடு நாள் உண்டല്ലോ. அதனால அரிசியெல்லாம் கெட்டு போகாம இருக்கட்டுமேன்னு நம்ம കൂടല്ല വച്ചിരുന്നേ. കഴിഞ്ഞതൊക്കെ പോട്ടെ, ചെട്ടിയാര് പറഞ്ഞത് മുഖവിലേക്കെടുക്കുന്നു. മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിച്ച നിയമപരമായി നടപടിയെടുക്കും. இந்த പറടാ, ഒന്നാലതാ ചെട്ടിയാർക്ക് കെട്ട പേരാണ്. ഞാനാകുന്നു ജീവന്റെ അപ്പം. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാകുന്നു. എന്റെ അടുത്ത് വരുന്നവർക്ക് ആർക്കും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ആർക്കും ദാഹിക്കുകയുമില്ല എന്ന് പറഞ്ഞ കർത്താവിൽ വിശ്വസിക്കുന്ന നീയാണോ ചാക്കോ ക്രിസ്തുമസിന് വന്ന റേഷനരി പൂഴ്ത്തിവെക്കാൻ കൂട്ടുനിന്നത്? അച്ഛൻ അവിടെ ഇരി. ഇത് പള്ളിയല്ല, ബൈബിളിന്റെ കാര്യം പറയാൻ. പള്ളിക്ക് മാത്രമായിട്ടൊരു ബൈബിൾ ഇല്ല ചാക്കോ, ഖുർആനും ഇല്ല. അല്ലേ ബഷീർ സാറേ? കൈമളം ഞാൻ പറഞ്ഞാട്ടെ, പൂജാമുറിയിൽ വായിച്ചു തീർക്കാനുള്ള 2 പുസ്തകങ്ങൾ മാത്രമാണോ രാമായണവും ഭഗവത്ഗീതയും? ഒരിക്കലും അല്ലച്ചു. അപ്പൊ ദൈവവചനങ്ങൾ ദേവാലയങ്ങളിൽ മാത്രം പൂഴ്ത്തിവെക്കുന്ന നീയൊക്കെ അരിയല്ല, ദൈവങ്ങളെ വരെ പൂഴ്ത്തിവെക്കാൻ പഠിക്കില്ല. ഒത്തു കിട്ടിയാൽ മറിച്ച് വിൽക്കുകയും ചെയ്യും. ചെട്ടിയാരെ, ആയിരപ്പറ പാടം കൃഷിക്കാർക്ക് തിരികെ വിട്ടുകൊടുക്കണം. തിരികെ കൊടുക്കണമെന്നുണ്ടെങ്കിലേ മുതലാളിയുടെ കയ്യിൽ നിന്ന് നാട്ടുകാർ മേടിച്ച കാശ് പലിശ സഹിതം തിരിച്ചു കൊടുക്കണം. ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് നാട്ടുകാർ കാശ് വാങ്ങിച്ചതിന് രേഖയുണ്ടോ? ഉണ്ടല്ലോ. ഇതാണ് രേഖ, പ്രോമിസറി നോട്ടുകൾ. ഒന്ന് കാണട്ടെ. ഇത് അന്യായമാണ്. നക്കാപ്പിച്ച കാശിന് നാട്ടുകാരെ തള്ളവരെ വധിപ്പിച്ച് ആയിരപ്പുറ പാടശേഖരം ചെട്ടിയാർക്ക് ഒറ്റുകൊടുപ്പിച്ചത് അന്യായം. മന്ത്രിയായിരുന്നു സാക്ഷി. ഇതിന് മാത്രമല്ല, ഇന്നലെ ചെട്ടിയാരുടെ ഗോഡൌണിൽ കണ്ട റേഷനറി ചാക്കുകൾക്കും ശിക്ഷ അറിയാമല്ലോ വക്കീലിന്. ചെട്ടിയാരെ, നമുക്കൊരു തീരുമാനത്തിലെത്താം. ആയിരപ്പറ പാടശേഖരം കൈമൾ അദ്ദേഹവും അച്ഛനും ഉൾപ്പെട്ട നാട്ടുകാരുടെ ഒരു ട്രസ്റ്റ് ആക്കണം. ഒന്നിച്ച് കൃഷി ചെയ്യുക. ഒരു അരിക്കച്ചവടക്കാരൻ എന്ന നിലയ്ക്ക് നാട്ടിൽ നിന്ന് അരി വിലക്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം ചെട്ടിയാർക്ക് നിഷേധിക്കരുത്. ആയിരപ്പറ സിന്ദാബാദ്.
അപ്പച്ചപ്പ നമ്മുടെ പാപ്പിയുടെ മോനാ ശൗരി. ഇവൻ തന്നെ ഇവിടെ കാര്യം. ഇത്ര ഏർപ്പാടൊന്നും ഇനി വേണ്ടളിയാ. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. എടേ ഇറക്ക പോയി മേടിക്ക്. അപ്പനെ ഓർത്തെങ്കിലും അന്നമൂട്ടി വളർത്തിയ ഈ വീടിന്റെ പാരമ്പര്യത്തിന് കാവൽ നിന്ന് മരിച്ച പാപ്പിയുടെ മോന ഞാൻ. എന്റേതെന്ന് പറയാൻ എനിക്കിനി ഇത് മാത്രമേ ഉള്ളൂ. ഈ അവകാശമെങ്കിലും നിഷേധിക്കരുത് കൈമളത്തെ. അച്ഛാ ശൗരിക്ക് കൊടുത്ത ചുള്ളി വേറെ ആരെങ്കിലും അങ്ങോട്ട് അവകാശം പറയാം. വിടില്ല. ശൗരി, അടിക്കരുത്. ശൗരി,